ഈ കഥ ആരംഭിക്കുന്നത് കോൾഡ് വാർ നടക്കുന്ന സമയത്താണ്. 1975 കാലഘട്ടം. കാർപ്പാത്യൻ മലനിരകളാണ് സ്ഥലം. ഒരു കൂട്ടം പട്ടാളക്കാര് അവരുടെ ഒരു ട്രക്കില് മലകൾക്കിടയിലൂടെ ഒരു സ്ഥലം വരെ പോവാണ്. അവരുടെ ഉദ്ദേശം മോഷണമാണ്. ആ മലകൾക്കിടയിൽ ഒരു സ്വർണ്ണ ഖനിയുണ്ട് എന്നവർ കേട്ടിട്ടുണ്ട്. അതാണ് അവരുടെ ലക്ഷ്യവും. ഈ പട്ടാളക്കാരുടെ കൂട്ടത്തില് റഷ്യൻസും ഉണ്ട്, പിന്നെ ബ്രിട്ടീഷും ഉണ്ട്. അങ്ങനെ കുറച്ചു സമയത്ത് യാത്രയ്ക്ക് ശേഷം അവരവിടുത്തെ ഒരു മലയുടെ താഴേക്കെത്തി. എന്നിട്ട് അവിടെ വണ്ടി നിർത്തി സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഇട്ടു. ഇനിയിപ്പം അവർക്ക് അവിടുത്തെ മല കയറണം. അങ്ങനെ കുറെ നേരത്തെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അവരിപ്പോൾ ആ ഖനിയുടെ അടുത്തേക്ക് എത്തി. എന്നാൽ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. അവർ ഖനി എന്ന് പ്രതീക്ഷിച്ച് പോയെടുത്ത് ഒരു പള്ളിയാണ് അവർ കാണുന്നത്. വളരെ പഴക്കം ചെന്നൊരു പള്ളി. എന്തായാലും ഖനി അവിടെ തന്നെ ഉണ്ട് എന്നവർക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അവർ പള്ളിക്കുള്ളിലേക്ക് കയറി. അതിനുള്ളിലേക്ക് കയറി കഴിയുമ്പോൾ നല്ല വലുപ്പം ഉണ്ടായിരുന്ന പള്ളിക്ക്. അങ്ങനെ അവിടുത്തെ കുത്തുപണികളും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് അവരിപ്പോൾ ഒരു വാതിൽ തുറന്നു. അതിലൂടെ നടന്നവർ എത്തിച്ചേരുന്നത് വലിയൊരു ഹാളിലാണ്. അവിടുത്തെ തൂണുകളിലും പലതരത്തിലുള്ള കുത്തുപണികൾ കാണാം, പേടിപ്പിക്കുന്ന തരത്തിലുള്ളത്. അങ്ങനെ ആ പരിശോധനയ്ക്കിടയിലാണ് അവർ താഴെ നിലത്തായിട്ട് മൊസൈക്കിന്റെ ഒരു വട്ടം കാണുന്നത്. അത് കണ്ടതും അവരുടെ കണ്ണുകളൊക്കെ വിടർന്നു. ആ ഖനി അത് ആ തറയുടെ അടിയിലാണ്. അങ്ങനെ ഒരു ബോംബ് വെച്ച് തകർത്ത് അവരവിടെ ഓപ്പൺ ചെയ്തു. എന്നിട്ട് എല്ലാവരും കൂടെ അവിടെ നോക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ മൊത്തം ഇടിഞ്ഞു ഒളിഞ്ഞു വീഴുന്നത്. അതിനെ തുടർന്ന് അവരെത്തിച്ചേരുന്നത് താഴെയുള്ള വലിയൊരു കേവ് സിസ്റ്റത്തിലാണ്, ഒരു ഭീമൻ ഗുഹയ്ക്കുള്ളിൽ. ഇനിയിപ്പോൾ എങ്ങനെ അവിടെ നിന്ന് പുറം ലോകത്തേക്ക് വരും? അതിനെക്കുറിച്ച് അവർ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പിന്നെ അവിടെ മൊത്തം ഇടിഞ്ഞൊളിഞ്ഞു വീഴുന്നത്. ഈ സമയം തന്നെ പുറത്തെ അവസ്ഥയാണെങ്കിൽ അവിടുത്തെ മല മൊത്തം തകർന്നു വീണ് ആ പള്ളി മുഴുവനായിട്ട് അങ്ങോട്ട് പൊളിഞ്ഞുപോയി. ഇതേസമയം തന്നെ എങ്ങനെയൊക്കെയോ ആ പട്ടാളക്കാരൊക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. ചെറിയ പരിക്കുകൾ പറ്റിയിട്ടുണ്ടെന്നല്ലാതെ ജീവന് ഭീഷണിയൊന്നുമില്ല. ഇനിയിപ്പോൾ അവർക്ക് പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ വഴി അവർ തന്നെ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി അവരവിടെ മൊത്തം ടോർച്ച് അടിച്ച് നോക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് എന്തോ വല്ലാത്ത ചില ശബ്ദങ്ങൾ അവർ കേൾക്കുന്നത്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും അങ്ങോട്ട് ടോർച്ച് അടിച്ചു. പക്ഷെ ഒന്നിനെ അവർ കാണുന്നില്ല. മാത്രമല്ല പിന്നീട് ആരും തന്നെ പുറം ലോകത്തേക്ക് വന്നതുമില്ല. അങ്ങനെ 30 വർഷങ്ങൾ കഴിഞ്ഞു. ഇനി കാണിക്കുന്നത് ഒരു ടീം. അവരിപ്പോൾ ആ പള്ളി പൊളിഞ്ഞ സ്ഥലത്ത് കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടീമിനെ ലീഡ് ചെയ്യുന്നത് ഡോക്ടർ നിക്കോളായി, പിന്നെ അയാളുടെ അസിസ്റ്റന്റായ ഡോക്ടർ കാതറിൻ. അവരിപ്പോൾ അവിടുത്തെ വലിയൊരു പാറ മാറ്റി. അതിന് തുറന്ന് അവർ കാണുന്നത് താഴേക്കുള്ള വലിയൊരു കുഴിയാണ്. അവരെ സംബന്ധിച്ച് അത് വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു. അങ്ങനെ ഡോക്ടർ നിക്കോളായും മറ്റൊരുത്തരും കൂടെ ഒരു റോപ്പ് ഉപയോഗിച്ച് ആ കുഴിയിലേക്ക് ഇറങ്ങി. നല്ല താഴ്ചയുണ്ടായിരുന്നു അതിന്. അവിടുത്തെ പരിശോധനയിൽ അവർക്ക് ആ തകർന്നുപോയ പള്ളിയുടെ നിലത്തിന്റെ ചില കഷ്ണങ്ങളും കിട്ടി. പിന്നീട് അവർ നോക്കുമ്പോൾ കാണുന്നത് നല്ല താഴ്ചയാണ്, താഴെയായിട്ട് വെള്ളവും ഉണ്ട്. അതുകൊണ്ട് ഇനി അവിടെ ഒരു എക്സ്പെഡീഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡൈവേഴ്സിന് അവർക്ക് ആവശ്യമാണ്. ഇനി കാണിക്കുന്നത് മെക്സിക്കോ. അവിടെ നടുക്കടലിലായിട്ട് ഒരു ഷിപ്പ് നങ്കൂരം ഇട്ടിട്ടുണ്ട്. ഈ ഷിപ്പിനകത്തുള്ളത് പ്രൊഫഷണൽ ഡൈവേഴ്സാണ്. രണ്ടുപേരിപ്പം ആ ഷിപ്പിന്റെ മുകളിലത്തെ ഡക്കിലുണ്ട്. ഇതിൽ ഈ ലേഡിയുടെ പേര് ചാർലി, മറ്റവന്റെ പേര് സ്ട്രോട്ട്. വേറെ കുറച്ച് ആളുകൾ അവിടെ കടലിൽ ഡൈവിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ ഇതുവരെ പോവാത്ത സ്ഥലങ്ങളിലേക്ക് പോവുക, അതാണ് ഇവരുടെ ലക്ഷ്യം. ഇപ്പോൾ ഒരുത്തരുടെ കയ്യിൽ ഒരു പ്രത്യേകതരം ഡിവൈസ് ഉണ്ട്. ഈ ഇരുട്ടുള്ള ഭാഗങ്ങളിലെ കാര്യങ്ങളൊക്കെ ആ ഡിവൈസ് ഉപയോഗിച്ചിട്ട് അവർക്ക് കാണാൻ പറ്റും. അവനിപ്പോൾ അത് വെച്ചിട്ട് ഒരു ഇടുങ്ങിയ ഭാഗത്തിന്റെ ഉൾഭാഗം മൊത്തം ചെക്ക് ചെയ്തു. എന്നിട്ട് വളരെ കഷ്ടപ്പെട്ട് അതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയം തന്നെ ബാക്കിയുള്ളവരൊക്കെ ഡൈവിംഗ് മതിയാക്കിയിട്ട് മുകളിലേക്ക് വന്നു. ഈ സമയം സ്ട്രോഡ് വന്ന് അവരെ ഷിപ്പിലേക്ക് കയറ്റുകയും ചെയ്തു. ഇതിൽ മൊട്ടത്തലേന്റെ പേര് ടോപ്പ്, മറ്റവന്റെ പേര് ബ്രിക്സ്. ഇനിയിപ്പോൾ രണ്ടുപേര് വെള്ളത്തിലുണ്ട്. ഈ ഇടുങ്ങിയ സ്ഥലത്തു കൂടെ പോകുന്നവനെ കണ്ടില്ലേ, ഇവനാണ് ജാക്ക്. ഈ ജാക്കാണ് ഈ ടീമിനെ ലീഡ് ചെയ്യുന്നത്. പിന്നെ വേറൊരുത്തൻ ഒരു ഇരുട്ടുള്ള സ്ഥലം മാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവന്റെ കയ്യിലുള്ള ഡിവൈസ് ഉപയോഗിച്ച്. ഇവന്റെ പേര് ടൈലർ. ഈ ജാക്കിന്റെ ബ്രദറാണ് ഇവൻ. ഇവനെ കുറിച്ച് ധൈര്യം കൂടുതലാണ്. ആരും പോകാത്ത സ്ഥലത്ത് ഇവൻ ആദ്യം എത്തണം, അത് ഇവന്റെ ഒരു വാശിയും കൂടെയാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവർ പോകാൻ മടിച്ച സ്ഥലത്തേക്ക് ജാക്കിന്റെ എതിർപ്പുകൾ അവഗണിച്ചിട്ട് അവനിപ്പോൾ വന്നിരിക്കുന്നത്. ഇതേസമയം തന്നെ ഷിപ്പിലുള്ളവര് ടൈലർ ഇപ്പം മാപ്പ് ചെയ്ത സ്ഥലങ്ങളൊക്കെ അവരുടെ കമ്പ്യൂട്ടറിൽ കണ്ടു. ടൈലർ അത് ചെയ്തത് അവർക്ക് വല്ലാത്തൊരു അത്ഭുതമായിരുന്നു. പക്ഷെ അവൻ തിരിച്ചു വന്ന ജാക്കിന്റെ വായിൽ നിന്ന് നല്ല തെറി അവന് കേൾക്കേണ്ടി വരും എന്ന കാര്യം അവർക്ക് ഉറപ്പാണ്. കാരണം ജാക്ക് ഇപ്പോൾ അവരോട് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞിട്ടും ടൈലർ അങ്ങോട്ട് പോയി. അങ്ങനെ ജാക്കും ടൈലറും ഇപ്പൊ ഷിപ്പിലേക്ക് കയറി. മറ്റുള്ളവരുടെ ഊഹം ശരിയായിരുന്നു. കയറുമ്പോൾ തന്നെ ജാക്ക് ടൈലറിനെ ശരിക്കും വഴക്ക് പറഞ്ഞു. മാത്രമല്ല ഇനി മേലാൽ എന്റെ വാക്ക് ധിക്കരിച്ച് നീ എങ്ങോട്ടും പോകരുത് എന്നൊരു വാണിങ്ങും ജാക്ക് ഇപ്പോൾ ടൈലറിന് കൊടുത്തു. എന്നാൽ അവനിത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ആയതുകൊണ്ട് അവൻ വലിയ കാര്യമാക്കുന്നൊന്നുമില്ല. അങ്ങനെ സമയം രാത്രി. എല്ലാവരും ഇപ്പം ആ ഷിപ്പിൽ നിൽക്കുന്ന സമയത്താണ് ആ ഡോക്ടർ നിക്കോളായി അവർ വീഡിയോ കോളിൽ വിളിക്കുന്നത്. എന്നിട്ട് അയാൾ കണ്ടെത്തിയ ആ ഗുഹയുടെ ഡീറ്റെയിൽസ് ഒക്കെ അവരുടെ അടുത്ത് ഷെയർ ചെയ്യാണ്. മാത്രമല്ല നാളെ തന്നെ ഒരു എക്സ്പെഡീഷന് വേണ്ടി നിങ്ങളുടെ ടീം അങ്ങോട്ട് എത്തണം എന്നും കൂടെ അയാൾ അറിയിച്ചു. ജാക്കിനെയും ടീമിനെയും സംബന്ധിച്ച് അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. കാരണം ഡോക്ടർ നിക്കോളായി പറഞ്ഞ ഈ ഒരു എക്സ്പെഡീഷൻ കഴിഞ്ഞാൽ അവർക്ക് നല്ല കാശ് കിട്ടും. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഒരു ഹെലികോപ്റ്ററിൽ അവരെ മലമുകളിലേക്ക് എത്തിച്ചേർന്നു. അവരെ സ്വീകരിക്കാനായി നിക്കോളായി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് എത്തി അവിടെ നിന്ന് സെറ്റിലായി കഴിയുന്ന സമയത്താണ് ടൈലർ അവിടെ നിൽക്കുന്ന ഡോക്ടർ കാതറിനെ കാണുന്നത്. അപ്പം തന്നെ അവന് ക്രഷ് അടിച്ചു. പിന്നെ ഒട്ടും സമയം പാഴാക്കില്ല, അവളെ പരിചയപ്പെടാൻ അവൻ അങ്ങോട്ട് ചെന്നു. എന്നാൽ കാതറിനാണെങ്കിൽ നല്ല ബിസിയാണ്. അതുകൊണ്ട് ജസ്റ്റ് അവന്റെ അടുത്ത് അവളുടെ പേരൊന്നും പറഞ്ഞു എന്നല്ലാതെ അവൾ കൂടുതലായിട്ടൊന്നും ടൈലറിന്റെ അടുത്ത് സംസാരിക്കുന്നില്ല. അതിനിടയിലാണ് നിക്കോളായി ജാക്കിനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് അവളെ പരിചയപ്പെടുന്നത്.
ഈ ടീമിന്റെ ലീഡർ ആയതുകൊണ്ട് തന്നെ അവൾ അവനോട് കുറെ നേരം സംസാരിച്ചു. മാത്രമല്ല അവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവൾ അവനവിടുന്ന് വിളിച്ചുകൊണ്ട് പോവാണ്. ഇതെല്ലാം കാണുന്ന ടൈലറിന് അവന്റെ ബ്രദറിന്റെ അടുത്ത് വല്ലാത്തൊരു അസൂയം തോന്നി. ഈ സമയം തന്നെ ഈ ക്യാദറിന്റെ ഒരു ക്യാമറാമാൻ അവിടെ നിൽക്കുന്നുണ്ട്. ഈ ഗുഹ തുറന്നപ്പോൾ അവർക്കൊരു ജോഡി ചെരുപ്പ് കിട്ടി. അവനിപ്പം അതിന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഈ ക്യാമറാമാന്റെ പേര് അലക്സ്. അങ്ങനെ സമയം രാത്രി എല്ലാവരും ഇപ്പം അവിടുത്തെ ടെന്റിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. നാളെ രാവിലെയാണ് അവർ എക്സ്പെഡീഷന് പോകുന്നത്. ഈ സമയം ക്യാതറിൻ ചാർലിയുടെ അടുത്ത് ജാക്കിനെയും ടൈലറിനെയും കുറിച്ച് ചോദിച്ചു. ചാർലി പറയുന്നത്, ജാക്കിനെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാം. എന്റെ അച്ഛൻ ഒരു ഡ്രൈവറായിരുന്നു. ജാക്ക് അവന്റെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ്റെ കൂടെ ചേർന്നു. എന്നാൽ ടൈലർ അങ്ങനെയല്ല. അവൻ കോളേജ് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ടീമിലേക്ക് ചേർന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുമ്പോഴാണ് ജാക്ക് അങ്ങോട്ട് വന്ന് നാളത്തെ കാര്യങ്ങളൊക്കെ ബ്രീഫ് ചെയ്യുന്നത്. ആ ഗുഹയുടെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചിട്ടാണ് അവൻ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. നിങ്ങളിത് കണ്ടില്ലേ? ഡോക്ടർ നിക്കോളായി ഈ ഗുഹ ഓപ്പൺ ചെയ്ത് ഒരു 300 അടി താഴേക്ക് ഇറങ്ങി. ആ ഒരു സ്ഥലത്തിന് അദ്ദേഹം ഒരു പേരും കൊടുത്തിട്ടുണ്ട്, ടൈറ്റാൻ ഹാൾ എന്നാണത്. വളരെ വലിയൊരു സെറ്റപ്പാണത്. പിന്നീടുള്ളത് നല്ല താഴ്ചയുള്ളൊരു സ്ഥലമാണ്. അതിന്റെ താഴെയായിട്ട് വെള്ളവും. ആ വെള്ളത്തിലൂടെയാണ് നമ്മൾ നാളെ ഡൈവ് ചെയ്യേണ്ടത്. എന്നിട്ട് ആ വെള്ളത്തിലൂടെ ഉള്ളിലേക്ക് പോയി ഡ്രൈ ആയിട്ടുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കണം. അവിടെയായിരിക്കും നമ്മൾ ബേസ് ക്യാമ്പ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അവിടെ വെച്ചിട്ട് തന്നെ ഈ നിക്കോളോയ്ക്കും ക്യാദറിനും സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, 12 ദിവസമായിരിക്കും നമ്മൾ ആ ഗുഹയിൽ ഉണ്ടായിരിക്കുക. അത്രയും ദിവസത്തിനുള്ളിൽ തന്നെ എത്രയും ഉള്ളിലേക്ക് പോകാൻ പറ്റുമോ അത്രയും നമ്മൾ കവർ ചെയ്യണം. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ഒരു ഗുഹ സാധാരണ പോലത്തെ അല്ല. ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഗുഹാമുഖത്ത് വെച്ച് ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ്. അയാളുടെ ചെരുപ്പുകളാണ് അവിടുന്ന് കണ്ടെടുത്തത്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങൾ ചെയ്യാൻ. കടലിൽ ഇറങ്ങുന്ന പോലെ തമാശ കളിക്കാൻ നിൽക്കരുത്. അത്രയും കാര്യങ്ങളൊക്കെ ജാക്ക് വിശദീകരിച്ചതിന് ശേഷം ആദ്യമായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി ജാക്ക് ഇപ്പൊ തെരഞ്ഞെടുക്കുന്നത് അവരുടെ കൂട്ടത്തിലുള്ള ബ്രിക്സിനെയാണ്. അവനത് സന്തോഷമാവുകയും ചെയ്തു. എന്നാൽ അത് കേട്ട് ടൈലറിന് ശരിക്കും നിരാശയായിരുന്നു. കാരണം അവനാണല്ലോ ആരും പോകാത്ത സ്ഥലത്തേക്ക് ആദ്യം പോകാൻ താല്പര്യം. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഭക്ഷണവും ബിയറൊക്കെ കഴിച്ചു. അതിനുശേഷം കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ് ജാക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് ആ ഗുഹയുടെ ഓപ്പണിങ്ങിന്റെ മുകളിൽ നിൽക്കുകയാണ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട്. ഈ സമയം തന്നെ നിക്കോളായി ആണെങ്കിൽ ക്യാദറിനെയും ടൈലറിനെയും വിളിച്ച് അയാൾക്ക് കിട്ടിയ ആ പള്ളിയുടെ ഫ്ലോറിന്റെ അവശിഷ്ടങ്ങളൊക്കെ അവർ കാണിച്ചു കൊടുത്തു. എന്നിട്ട് അയാൾ പറയുന്നത്, നിങ്ങൾ ഈ അവശിഷ്ടങ്ങൾ കണ്ടില്ലേ? ഇതൊരു പള്ളിയുടെ ശേഷിപ്പാണ്. ഈ ഗുഹയുടെ മുകളിൽ ഇങ്ങനെ ഒരു പള്ളി അവർ പണിതിട്ടുണ്ടെങ്കിൽ അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് ഈ ഗുഹയെ സംരക്ഷിക്കുന്നത് ദൈവമാണ് എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ വരുമ്പോൾ ആരും ഈ ഗുഹയിലേക്ക് ഇറങ്ങാൻ ധൈര്യപ്പെടുത്തില്ല എന്നൊരു വിശ്വസിച്ചാണ്. എന്നാൽ അതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല എന്നാണ് ഈ അവശിഷ്ടങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. നിക്കോളായി അതൊക്കെ പറയുമ്പോൾ ടൈലറും ക്യാദറിനും ഒന്നും മിണ്ടാതെ അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ടീം ഇപ്പം ആ ഗുഹയുടെ ഓപ്പണിങ്ങിന്റെ അടുത്തേക്ക് എത്തി. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല താഴ്ചയിൽ ഒരു ടണലാണ് അവർക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ റോപ്പും കോണിയൊക്കെ ഉപയോഗിച്ചിട്ട് നേരെ താഴേക്ക് ഇറങ്ങണം. അങ്ങനെ സമയം കളയാതെ തന്നെ ഓരോരുത്തരായിട്ട് താഴേക്ക് ഇറങ്ങി. അതിനെ തുടർന്ന് അവർ എത്തിച്ചേരുന്നത് ഡോക്ടർ നിക്കോളായി പേര് കൊടുത്ത ആ ടൈറ്റാൻ ഹാൾ എന്ന സ്ഥലത്താണ്. അവിടെ നേരത്തെ തന്നെ ചില ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അവർ ഓരോരോ കാര്യങ്ങൾ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിക്കോളായി പറഞ്ഞ പോലെ തന്നെ ഈ ടൈറ്റാൻ ഹാൾ എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു സ്ഥലമാണ്. ഇത്രയും വലിപ്പം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഇനിയിപ്പോൾ ആദ്യത്തെ ജോലി ബ്രിക്സിനാണ്. അവൻ അവിടുത്തെ വെള്ളത്തിലേക്ക് ഇറങ്ങി കുറെ ഉള്ളിലേക്ക് പോയി ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അവർക്ക് അവിടെ ബേസ് ക്യാമ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ അവൻ തുടങ്ങി. അവനെ സഹായിച്ചുകൊണ്ട് ടോപ്പ് അവൻ്റെ അടുത്തുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിനു ശേഷം ബ്രിക്സ് ഇപ്പം ആ വെള്ളത്തിലേക്ക് ഊളിയിട്ട് മുന്നോട്ട് നീന്താൻ തുടങ്ങി. അവൻ പിടിച്ചിരിക്കുന്ന ഈ ഒരു വണ്ടി കണ്ടില്ലേ, ലൈറ്റൊക്കെ ഓണാക്കിയിരിക്കുന്നത്? ഇതിനെ വാട്ടർ സ്കൂട്ടർ എന്നാണ് പറയുന്നത്. ഇതുള്ളത് കൊണ്ട് അവർക്ക് നീന്തേണ്ട ആവശ്യമില്ല. അതിൽ പിടിച്ചാൽ മതി. ഇവർക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് ആ സ്കൂട്ടർ അവരെ കൊണ്ടുപോയിക്കോളും. ഫ്യൂൽ ഉപയോഗിച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. പിന്നെ ഇവന്റെ വലത്തെ കയ്യിൽ കയറുണ്ട്. പോകുന്ന വഴി ബാക്കിയുള്ളവർക്കും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി അവൻ എവിടം വരെ പോകുന്നോ അവിടം വരെ ആ കയറ് വലിക്കണം. കുറച്ചുകൂടെ ഇടുങ്ങിയൊരു സ്ഥലത്തു കൂടെയാണ് അവൻ നീന്തുന്നത്. മുകളിൽ നല്ല കൂർത്ത പാറകൾ കാണാം. ഭീകരമാണെങ്കിലും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അവിടെ മുഴുവൻ. ഇതേസമയം തന്നെ ബാക്കിയുള്ളവരെല്ലാവരും എല്ലാം നോക്കിക്കൊണ്ട് അവരുടെ കമ്പ്യൂട്ടറിന് മുമ്പിൽ തന്നെയുണ്ട്. ബ്രിക്സ് കാണുന്നതൊക്കെ ഇവർക്ക് കാണുന്നില്ല. അവൻ ഫോണിലൂടെ കാര്യങ്ങൾ ഇവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കുറെ പോയി ബ്രിക്സ് ഇപ്പം ഇരുണ്ടൊരു ഭാഗത്തേക്ക് പ്രവേശിച്ചു. അതിനെ തുറന്ന് അവനെക്കുറിച്ച് യാതൊരു വിവരവും അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ടൈലർ ഇപ്പം അവിടെ ഒരു സ്ഥലത്തിരിക്കുകയാണ്. ഈ സമയത്താണ് ക്യാദറിൻ അവൻ്റെ അടുത്തേക്ക് വരുന്നത്. അവൾക്ക് അവിടെ നിന്നും ഒരു ചിലന്തിയെ കിട്ടി. അവളിപ്പോൾ അതൊരു കുപ്പിയിലാക്കിയിട്ട് അവന് കാണിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ അതിനെ മൈക്രോസ്കോപ്പ് വെച്ച് പരിശോധിക്കണം. എന്നിട്ട് അതിന്റെ ശരീരത്തിനെ കുറിച്ച് പഠിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്യാദറിന്റെ ജോലി. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജാക്ക് അവർ വിളിക്കുന്നത്. ബ്രിക്സ് ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്നും അവർ വീഡിയോ കോൾ വിളിച്ചിരിക്കുകയാണ്. ഇത്രയും സമയം അവനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പം അവർക്ക് എല്ലാവർക്കും സമാധാനമായി. ബ്രിക്സ് ഇപ്പോൾ അവരോട് പറയുന്നത്, ഞാൻ ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ഇവിടെ നമുക്ക് ബേസ് ക്യാമ്പ് സെറ്റ് ചെയ്യാം. നിങ്ങളുള്ള സ്ഥലത്ത് നിന്നും, അതായത് ടൈറ്റാൻ ഹാളിൽ നിന്നും 2.4 മൈൽ ദൂരം ഉള്ളിലേക്കാണ് ഈ സ്ഥലം. അത്രയും പറഞ്ഞതിന് ശേഷം അവൻ പോയ വഴിയുടെ ഒരു മാപ്പും കൂടെ അവൻ അവർക്ക് കാണിച്ചു കൊടുത്തു. അതിനുശേഷം അവനിപ്പോൾ നിൽക്കുന്ന ആ സ്ഥലം ബ്രിക്സ് അവർക്ക് ടോർച്ച് അടിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അതിനിടയിലാണ് പെട്ടെന്നൊരു ജീവിയുടെ ശബ്ദം കേൾക്കുന്നത്. അവർ നോക്കുമ്പോൾ ബ്രിക്സ് ഇപ്പോൾ വെളുത്തൊരു എലിയെ പിടിച്ചിരിക്കുന്നു, ഒരു പെരിച്ചാഴി. അത് കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് ചിരിയാണ് വരുന്നത്.
എന്നാൽ പെട്ടെന്നാണ് ആ ജീവി അവന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോകുന്നത്. അതെല്ലാം നോക്കിയതിനു ശേഷം ജാക്കബ് ബ്രിക്സിനോട് പറയുന്നത്, മതി ബ്രിക്സ്, നീ ഇനി കുറച്ച് സമയം റെസ്റ്റ് എടുക്ക്, വേണമെങ്കിൽ ഒന്ന് ഉറങ്ങിക്കോ, അപ്പോഴേക്കും ഞങ്ങൾ അങ്ങോട്ട് എത്തിയേക്കാം. ഓക്കെ എന്ന് ബ്രിക്സും പറഞ്ഞു. എന്നാൽ അത്രയും അവൻ പറഞ്ഞു കഴിയുമ്പോഴാണ് പെട്ടെന്ന് ആ കോൾ ഡിസ്കണക്ട് ആവുന്നത്. അവൻ എന്തോ ഒരു കാര്യം പറയാൻ വന്നു എന്ന കാര്യം അവർക്ക് മനസ്സിലായി. പക്ഷെ കോൾ ഡിസ്കണക്ട് ആയതുകൊണ്ട് അവർക്കാണെങ്കിൽ ടെൻഷനുമായി. ഇനിയിപ്പോൾ അധിക സമയം കളയാനില്ല, ഉടനെ തന്നെ അങ്ങോട്ട് പുറപ്പെടണം. കോള് കട്ടായത് അങ്ങോട്ട് വലിച്ചിട്ടിരിക്കുന്ന കേബിൾ ഡാമേജ് ആയതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് പോകുന്ന വഴി ടൈലറും സ്ട്രോഡും കൂടെ ആ കേബിൾ ചെന്ന് റെഡിയാക്കിയാൽ മതി. ജാക്ക് നിർദ്ദേശം കൊടുത്തു. അതിനെ തുടർന്ന് അവർ വേഗം തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങി. എല്ലാവരുടെ കയ്യിലും ആ വാട്ടർ സ്കൂട്ടർ ഉണ്ട്. ബ്രിക്സിന്റെ കാര്യത്തിൽ എല്ലാവർക്കും നല്ല ടെൻഷനാണ്. പിന്നെ ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ അവൻ പലതവണ കണ്ടിട്ടുള്ളത് കൊണ്ട് അവൻ അവന്റെ കാര്യങ്ങൾ നോക്കിക്കോളും എന്നൊരു സമാധാനം കൂടെ അവർക്കുണ്ട്. അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോൾ അവർ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച കണ്ടു. നല്ല വലിപ്പമുള്ള ഒരു അസ്ഥികൂടം. നിക്കോളായി ഉടനെ തന്നെ അതിന് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷെ അത് എന്ത് ജീവിയാണ് എന്നവർക്ക് മനസ്സിലായില്ല. അങ്ങനെ കുറച്ച് സമയത്ത് നീന്തലും കൂടെ കഴിഞ്ഞ് ജാക്കും കൂട്ടരും ബ്രിക്സ് കണ്ടുപിടിച്ച ബേസ് ക്യാമ്പിലേക്ക് എത്തി. എന്നിട്ട് അവരവിടെ പരിശോധിക്കുമ്പോൾ അവിടുത്തെ കരയിലായിട്ട് ബ്രിക്സിന്റെ സ്യൂട്ടും കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷെ ബ്രിക്സിനെ കാണുന്നില്ല. അവൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി അവർ ഉറക്കെ അവനെ വിളിച്ചു. എന്നിട്ട് ടോർച്ചൊക്കെ അടിച്ചു നോക്കി. ഈ സമയത്താണ് പുറകിൽ നിന്നും ബ്രിക്സ് അവരെ വിളിക്കുന്നത്. അവനെ കാണുമ്പോൾ അവർക്ക് ശരിക്കും ആശ്വാസമായി. അങ്ങനെ അവരിപ്പോൾ ബ്രിക്സിന്റെ അടുത്തേക്ക് പോയി. ഈ സമയം ബ്രിക്സ് അവർക്കൊരു കാര്യം കാണിച്ചു കൊടുക്കുകയാണ്. അതൊരു ജോഡി ഷൂസും പിന്നെ ഒരു റോപ്പുമായിരുന്നു. അതിൽ നിന്നും അപ്പോൾ അവരെക്കാൾ മുമ്പേ ആരും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഈ സമയം തന്നെ ടൈലറും സ്ട്രോഡും ആ കേബിൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നേരത്തെ ബ്രിക്സ് കണ്ടതുപോലത്തെ ഒരു എലി അവൻ കാണുന്നത്. അതിനെ തുടർന്ന് സ്ട്രോഡ് എലിയുടെ പുറകെ പോയി. ഈ സമയം തന്നെ ജാക്കും കൂട്ടരും അവരുടെ ആ ബേസ് ക്യാമ്പിന്റെ പണിയൊക്കെ തുടങ്ങുകയും ചെയ്തു. ഈ സമയം സ്ട്രോഡാണെങ്കിൽ ആ എലിയുടെ പുറകെ തന്നെയാണ്. അങ്ങനെ ഒരു സ്ഥലത്തെത്തി അവനൊരു കരയിലേക്ക് കയറുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച അവൻ കാണുന്നത്. അവനിപ്പോൾ പിന്തുടർന്ന് വന്ന ആ എലി അവിടെ ചത്തു കിടക്കാണ്. അതിപ്പോൾ 2 കഷ്ണമായിട്ടുണ്ട്. ഇപ്പം ആരോ കൊന്നതുപോലെയാണ് അതവിടെ കിടക്കുന്നത്. അവനിപ്പോൾ അത് നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മുകളിൽ നിന്നും വലിയൊരു ജീവി വന്നിട്ട് അവനെ പിടിക്കുന്നത്. അതിപ്പോൾ അവനെയും കൊണ്ട് ആ വെള്ളത്തിലേക്ക് ചാടി. നല്ല വലിപ്പമുള്ള ജീവി ആയതുകൊണ്ട് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അതിനിടയിലാണ് അവന്റെ കയ്യിലുണ്ടായിരുന്ന വാട്ടർ സ്കൂട്ടർ അങ്ങോട്ട് തെറിച്ചു പോകുന്നത്. അതിപ്പോൾ അവിടുത്തെ ഒരു പാറയിലേക്ക് ചെന്ന് ഇടിച്ച് മൊത്തത്തിൽ അങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ്. ഈ സമയത്തിന്റെ സ്ട്രോഡിന്റെ നിലവിളി കേട്ട് ടൈലർ അങ്ങോട്ട് വരികയായിരുന്നു. അതിനിടയിലാണ് ആ പൊട്ടിത്തെറി നടന്നത്. അതോടുകൂടെ ടൈലർ അവിടെ നിന്ന് തെറിച്ചുപോയി. അങ്ങനെ ആ ഒരു പൊട്ടിത്തെറി കാരണം അവിടെ മൊത്തം പാറകൾ ഇടിഞ്ഞുകുളിഞ്ഞു വീണിട്ട് ബ്രിക്സ് കണ്ടുപിടിച്ച ആ വഴി മൊത്തം ബ്ലോക്കായി. മാത്രമല്ല അവിടുത്തെ ആ തിരയിളക്കം ഇപ്പോൾ അവരുടെ ബേസ് ക്യാമ്പിലേക്ക് എത്തി. അവിടെ നിന്നിരുന്ന് ജാക്കും ടീമും നോക്കുമ്പോൾ അങ്ങോട്ട് ഇരച്ചു കയറിയ വെള്ളത്തിൽ ടൈലർ ഉണ്ടായിരുന്നു. അവർ വേഗം തന്നെ അവനെ അവിടുന്ന് വലിച്ചു കയറ്റി. പക്ഷെ സ്ട്രോഡിന് എന്താണ് സംഭവിച്ചത് എന്ന് ടൈലറിന് അറിയത്തില്ല. അവൻ ആ കാര്യം പറയുമ്പോൾ ജാക്കും കൂട്ടരും വേഗം തന്നെ സ്ട്രോഡിനെ അന്വേഷിച്ചിറങ്ങി. എന്നാൽ അവർ അവിടേക്ക് എത്തുമ്പോൾ അവിടുത്തെ കാഴ്ച അവരെ ശരിക്കും നിരാശപ്പെടുത്തി. അവിടെ മൊത്തം പാറകൾ ഇങ്ങനെ വീണ് കിടക്കാണ്. അവർ പാറകളൊക്കെ എടുത്തു മാറ്റാനൊക്കെ നോക്കി. എന്നാൽ ഓരോ പാറകൾ എടുക്കുമ്പോഴും പിന്നെയും മുകളിൽ നിന്ന് പാറകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല വലിപ്പമുള്ളത്. അതുകൊണ്ട് ആ ഒരു പണി ഉപേക്ഷിച്ചിട്ട് അവർ വേഗം തന്നെ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പോയി. എന്നാൽ ഈ സമയം തന്നെ ആ പാറകൾക്കിടയിലായിട്ട് സ്ട്രോഡിന്റെ കൈ കാണുന്നുണ്ട്. പക്ഷെ അവരത് കാണുന്നില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. എല്ലാവരും ഇപ്പം വല്ലാത്ത വിഷമത്തിലാണ്. സ്ട്രോഡിനെ അവർക്ക് നഷ്ടപ്പെട്ടു. അവരുടെ ഇത്രയും കാലത്തെ ജോലിക്കിടയിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു സംഭവം. അങ്ങനെ കുറച്ച് സമയം ആലോചിച്ചതിന് ശേഷം ജാക്ക് ഇപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. നമ്മളിങ്ങോട്ട് വന്ന വഴി അത് മൊത്തം ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഇനി അതുവഴി പോകാൻ പറ്റത്തില്ല. പിന്നെ നമ്മളിങ്ങോട്ട് വന്നത് 12 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ്. അത്രയും ദിവസത്തേക്കുള്ള ഭക്ഷണം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതും നമുക്ക് തികയാതെ വരും. കാരണം എത്ര ദിവസം ഇതിനകത്ത് നിൽക്കേണ്ടി വരും എന്ന് ഇനി നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. എത്രയും പെട്ടെന്ന് നമുക്കൊരു വഴി കണ്ടെത്താൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമുക്ക് പുറം ലോകത്തേക്ക് എത്താം. എന്നാൽ ജാക്ക് അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ബ്രിക്സ് ചോദിക്കുന്നത് വഴി കണ്ടെത്തുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം സ്ട്രോഡിന് എന്താണ് സംഭവിച്ചെന്ന് പറ. അതിനൊരു ഉത്തരം കണ്ടുപിടിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി. ഞാൻ കണ്ടെത്തിയ ആ ഷൂസും റോപ്പും ഇല്ലേ, അതിന്റെ ഉടമസ്ഥനെ അറ്റാക്ക് ചെയ്തതും ആ ജീവി തന്നെയായിരിക്കും. അത് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. ബ്രിക്സ് കുറച്ച് ദേഷ്യത്തിലാണ് അത്രയും പറയുന്നത്. അതേക്കുന്ന് ജാക്ക് പറയുന്നത്, നീ ഒന്ന് അടങ്ങും ബ്രിക്സ്. സ്ട്രോഡിനെ അറ്റാക്ക് ചെയ്തത് എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾ അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ അപകടത്തിലാവും. കാരണം ഈ ഏരിയ ആ ജീവിയുടേതാണ്. അത്രയും പറഞ്ഞതിന് ശേഷം ജാക്ക് ഇപ്പോൾ ഡോക്ടർ നിക്കോളയുടെ അടുത്ത് ചോദിക്കുന്നത് ആ ജീവി എന്തായിരിക്കും എന്നാണ്. അതേക്കുമ്പോൾ അതെനിക്ക് അറിയത്തില്ല ജാക്ക്. ഇതുപോലുള്ള ഗുഹയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ജീവി എന്റെ അറിവിൽ ആ എലിയാണ്. പിന്നെ നീ പറഞ്ഞില്ലേ നമ്മളൊരു വഴി കണ്ടെത്തണമെന്ന്. ഇത് കാർപ്പാത്തിൻ മലനിരകളാണ് ജാക്ക്. ഇതിനുള്ളിൽ നമ്മൾ മറ്റൊരു വഴി അന്വേഷിച്ച് പോയാൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതിനൊരു അവസാനം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് റെസ്ക്യൂ ടീം വരുന്നവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം എന്നാണ് നിക്കോളോയ് പറയുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ പറയുന്നത്? റെസ്ക്യൂ ടീം ആദ്യം ഗുഹയുടെ മുകളിൽ എത്തണമെങ്കിൽ നമ്മൾ മിസ്സായി എന്നവർ മനസ്സിലാക്കണം. അതിന് 12 ദിവസം കഴിയും. ഇനിയിപ്പോൾ അവർ നമ്മൾ അന്വേഷിച്ച് വന്നാൽ തന്നെ നമ്മളിപ്പോൾ എവിടെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഉപരിതലത്ത് നിന്നും 1 മൈൽ താഴെ, പിന്നെ ഉള്ളിലേക്ക് 3 മൈൽ വേറെ. ഇത്രയും ദൂരം അവർ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോഴേക്കും നമ്മളിവിടെ കടന്ന് മരിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് പോകേണ്ട വഴി നമ്മൾ തന്നെ കണ്ടെത്തിയേ പറ്റൂ. നിങ്ങളൊരു കാര്യം ചെയ്യ്, കുറച്ച് ആൾക്കാർ ഇവിടെ റെസ്റ്റ് ചെയ്യും. ഞാനും ടോപ്പും ചെന്നിട്ട് വേറെ വല്ല വഴിയും കണ്ടെത്താൻ പറ്റുമോ നോക്കട്ടെ എന്നും പറഞ്ഞ് ജാക്ക് ഇപ്പോൾ ടോപ്പിനെയും കൂട്ടി നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ അവരവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം ബ്രിക്സ് ഇപ്പോൾ ടൈലറിന്റെ അടുത്ത് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. നീ കാരണമാണ് സ്ട്രോഡിനെ നമുക്ക് നഷ്ടപ്പെട്ടത്, നീ അവനെ നോക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കേട്ട് ടൈലറിനാണെങ്കിൽ ശരിക്കും അങ്ങോട്ട് ദേഷ്യം വന്നു. അവൻ ബ്രിക്സിലിട്ട് നല്ല ഇടിയും കൊടുത്തു. അവസാനം ചാർലി വന്ന് ടൈലറിനെ പിടിച്ച് മാറ്റുമ്പോഴാണ് അവനൊന്ന് അടങ്ങുന്നത്.
ബ്രിക്സ് അങ്ങനെയൊക്കെ പറഞ്ഞതില് ടൈലറിന് നല്ല വിഷമമുണ്ട്. ഇതേസമയം തന്നെ ജാക്കും ടോപ്പും ഒരു പാറയുടെ അടുത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെള്ളത്തിലായി ഒരു തരത്തിലുള്ള വെളുത്ത ആൽഗകൾ അവർ കണ്ടു. പല സ്ഥലങ്ങളിലും അവർ ഇതിനു മുമ്പ് ഡൈവ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ വെള്ള നിറത്തിലുള്ള ആൽഗകളൊക്കെ അവർ ആദ്യമായിട്ട് കാണുകയാണ്. മാത്രമല്ല വെള്ളത്തിനടിയിൽ കിടന്ന് ടോർച്ചിന്റെ ഒരു കഷ്ണം അവർക്ക് കിട്ടി. അപ്പൊ ഇവിടേക്കും ആളുകൾ വന്നിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഇതേസമയം തന്നെ നിക്കോളയും കാതറിനും അവർക്ക് അവിടെ നിന്ന് കിട്ടിയ ജീവികളുടെ ഭാഗങ്ങളൊക്കെ മൈക്രോസ്കോപ്പ് വഴി ചെക്ക് ചെയ്യാണ്. അതിൽ നിന്ന് അവർക്കൊരു കാര്യം മനസ്സിലായി. ഒരു പാരസൈറ്റ് അതെല്ലാ ജീവികളുടെ ശരീരത്തിലുണ്ട്. ഈ പാരസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ജീവികളുടെ ശരീരത്തിൽ നിന്നും ഭക്ഷണം കഴിക്കുന്ന സൂക്ഷ്മ ജീവികളാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ജാക്കും ടോപ്പും ഇപ്പോൾ ഒരു ഇടുങ്ങിയ ഭാഗത്തേക്ക് എത്തി. നല്ല ഇടുങ്ങിയതായതുകൊണ്ട് തന്നെ ഇഴഞ്ഞിഴഞ്ഞാണ് അവർ മുന്നോട്ട് പോകുന്നത്. ജാക്കാണ് മുന്നിൽ. എന്നാൽ ഒരിടത്തെത്തുമ്പോഴാണ് ജാക്ക് ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അവന്റെ മുന്നിലായി നിറയെ തേളുകൾ. ഇപ്പൊ അവറ്റകളെല്ലാവരും കൂടെ അവന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അത് കണ്ടതും അവൻ അവിടെ തീ കത്തിച്ചു. എന്നാൽ പെട്ടെന്നാണ് മുകളിൽ നിന്ന് ആ വലിയ ജീവി വന്നിട്ട് ജാക്കിനെ എടുത്തോണ്ട് മുകളിലേക്ക് പോകുന്നത്. ജാക്ക് അവനെ കൊണ്ട് ആവുന്ന വിധം ആ ജീവിയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയം താഴെ നിൽക്കുന്ന ടോപ്പിലാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം എങ്ങനെയൊക്കെയോ ജാക്ക് ആ ജീവിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നേരെ താഴേക്ക് വീണു. അതിനെ തുറന്ന് ടോപ്പ് വേഗം തന്നെ അവനെയും പൊക്കിയെടുത്ത് ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നാൽ ആ ജീവിയുമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നതിനിടയിൽ ജാക്ക് ആ ജീവിയുടെ നഖം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോ അവൻ താഴേക്ക് ഇട്ടു. ഈ സമയം ബാക്കിയുള്ളവരാണെങ്കിൽ ജാക്കിന്റെ ശരീരം ചെക്ക് ചെയ്യാണ്. അവന്റെ പുറത്തായിട്ട് നിറയെ ആ ജീവി മാന്തിയ പാടുകളാണ്. അവരിപ്പോ ആ ജീവിയെക്കുറിച്ച് അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് ആ ജീവിയെ വ്യക്തമായിട്ട് കാണാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയില്ല, പക്ഷെ ഒന്ന് ഞാൻ പറയാം, അതിന് നല്ല സൈസ് ഉണ്ട്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിനിടയിൽ അവരവന് ചില ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അവരിപ്പോ ആ ജീവിയുടെ നഖം പരിശോധിക്കാൻ തുടങ്ങി. അത് ചെക്ക് ചെയ്തതിനു ശേഷം കാതറിൻ പറയുന്നത് ഇതിനെ കണ്ടിട്ട് ഒരു ഉഭയജീവിയെ പോലെയുണ്ട്, അതായത് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റുന്ന. പിന്നെ ഒന്ന് പറയാം, ഇതൊരു പ്രെഡേറ്ററാണ്. ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ DNA ടെസ്റ്റ് നടത്തേണ്ടി വരും. അതെന്തായാലും ഇപ്പൊ പറ്റത്തില്ല. കാതറിൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ടൈലർ ചോദിക്കുന്നത്, പക്ഷെ ഇതുപോലൊരു ജീവി നമ്മൾ ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ലല്ലോ. അതേക്കുന്ന കാതറിൻ പറയുന്നത് ഗുഹയ്ക്കുള്ളിൽ ജീവിക്കുന്ന ഏത് ജീവിയാണെങ്കിലും അതിന്റെ ഒറിജിൻ ഭൂമിയുടെ ഉപരിതലത്തിൽ തന്നെയാണ്. പിന്നീട് അവറ്റകൾ ഈ ഗുഹയ്ക്കുള്ളിലേക്ക് വന്നിട്ട് ഇവിടെ അങ്ങ് ഒതുങ്ങിക്കഴിയും. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ ഈ ഗുഹയ്ക്കുള്ളിൽ മാത്രം ജീവിക്കുന്നതുകൊണ്ട് ഈ ഗുഹയിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവറ്റകളുടെ ശരീരം പരിണമിക്കും. അതുപോലൊരു ജീവിയാണത്. ഇതൊരിക്കലും പുറം ലോകത്തേക്ക് വന്നിട്ടുണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന് കളറില്ലാത്തതും. മാത്രമല്ല ഇതിനെ കാഴ്ചയും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ നല്ല കേൾവിശക്തിയും ഉണ്ടാവും, മണം പിടിക്കാനുള്ള കഴിവും ഉണ്ടാവും. അത്രയും പറഞ്ഞതിന് ശേഷം കാതറിൻ ആ ജീവിയെ സൂക്ഷിച്ചു നോക്കുമ്പോൾ അതിലൊരു അനക്കം കാണുന്നുണ്ട്. അതും അവർ നേരത്തെ കണ്ട ജീവികളുടെ ശരീരത്തിലുണ്ടായിരുന്ന ആ പാരസൈറ്റ് ആണ്. അങ്ങനെ അതെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവളിപ്പോൾ ആ നഖം എടുത്തിട്ട് ഒരു കവറിലേക്ക് പാക്ക് ചെയ്തു. ഈ സമയത്താണ് ജാക്ക് അങ്ങോട്ട് വരുന്നത്. അവൻ പറയുന്നത് മതി റിസർച്ചൊക്കെ, വേഗം എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്യാൻ നോക്ക്, ഇനി ഒരു നിമിഷം പോലും നമ്മൾ ഇവിടെ നിൽക്കാൻ പാടില്ല എന്നാണ് ജാക്ക് പറയുന്നത്. അങ്ങനെ വേഗം തന്നെ എല്ലാം പാക്ക് ചെയ്തിട്ട് അവർ തിരിച്ചു നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ നടന്ന് ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവർക്ക് അവിടെ കിടന്ന് വലിയൊരു എല്ല് കിട്ടി. അത് മനുഷ്യന്റെ തന്നെയാണ്. ആ എല്ലിൽ കടിച്ച പാടുകളും കാണുന്നുണ്ട്. അത് അവർക്ക് കിട്ടിയ ഷൂവിന്റെ ഉടമസ്ഥന്റേതാകും എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അടുത്തതായിട്ട് അവർ പോകുന്നത് ഇടുങ്ങിയൊരു വഴിയിലൂടെയാണ്. വളരെ കഷ്ടപ്പെട്ട് ഇഴഞ്ഞിഴഞ്ഞാണ് അവർ അപ്പുറത്തേക്ക് കിടക്കുന്നത്. അങ്ങനെ അപ്പുറത്തേക്ക് എത്തിയതിനു ശേഷം കുറച്ച് സമയം അവരവിടെ റെസ്റ്റ് എടുത്തു. എന്നാൽ ഈ സമയം ബ്രിക്സ് നോക്കുമ്പോൾ ജാക്കിനെ അവിടെ കാണുന്നില്ല. എവിടെയെന്ന് ചോദിക്കുമ്പോൾ ടോപ്പ് പറയുന്നത് അവൻ വഴി നോക്കാൻ വേണ്ടി പോയതാണെന്നാണ്. ഈ ടോപ്പ് എന്ന് പറയുന്നത് ജാക്കിന്റെ ഒരു ചങ്കാണ്. അതുകൊണ്ട് തന്നെ ജാക്ക് എന്തു പറഞ്ഞാലും ടോപ്പ് അനുസരിക്കും. മാത്രമല്ല ജാക്കിനാണ് ഇവരുടെ ഇടയിൽ എക്സ്പീരിയൻസ് കൂടുതലും. എന്നാൽ ഇപ്പൊ ടോപ്പ് അങ്ങനെ പറയുമ്പോൾ ബ്രിക്സ് ചോദിക്കുന്നത് എന്തിനാണ് എല്ലാ കാര്യത്തിനും ജാക്കിനെ ആദ്യം വിടുന്നത്, ഞാൻ നോക്കിയാൽ എന്താ വഴി കാണാൻ പറ്റത്തില്ലേ എന്നും പറഞ്ഞ് ബ്രിക്സ് അവരുടെ ആ വഴി നോക്കുന്ന ഡിവൈസ് എടുത്തു. ഇതിന് സോണാർ ഗൺ എന്നാണ് പറയുന്നത്. എന്നാൽ അവനത് എടുത്തപ്പോൾ ടോപ്പ് അവനെ തടഞ്ഞു, നീ പോണ്ടെന്നുള്ള രീതിയിൽ. ഈ സമയത്താണ് ജാക്ക് അങ്ങോട്ട് വരുന്നത്. ബ്രിക്സ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവനും കേട്ടിരുന്നു. അതുകൊണ്ട് അവൻ പറയുന്നത് എന്നാ പിന്നെ നീ പോയി വഴി കണ്ടുപിടിക്കുന്നതാണ്. അതിന് തുറന്ന് ബ്രിക്സ് ഇപ്പൊ സോണാർ ഗണ്ണുമായിട്ട് ഒരു ഭാഗത്തേക്ക് ചെന്നു. എന്നിട്ട് അതിന്റെ മുമ്പിലേക്ക് ആ ഡിവൈസ് ഷൂട്ട് ചെയ്യാണ്. ഇനി ഗൺ പ്രവർത്തിക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് വേവ് പുറത്തേക്ക് പോകും കുറച്ച് ദൂരത്തേക്ക്. എന്നിട്ട് അവിടെ തട്ടി തിരിച്ചു വരും. ആ സമയം ഡിവൈസിലെ സ്ക്രീനിൽ മുന്നിലത്തെ വഴി തെളിഞ്ഞു വരും. ഇങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം. ഈ സമയം ബ്രിക്സ് അത് ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ മുന്നിലായിട്ട് വഴി കാണുന്നുണ്ട്. പക്ഷെ നല്ല ഇരുട്ടാണ്. അതുകൊണ്ട് അവൻ അങ്ങോട്ട് പോകാനൊരു പേടി. അങ്ങനെ ജാക്കിന്റെ നിർദ്ദേശപ്രകാരം അവരവിടെയുള്ള മല കയറാൻ തുടങ്ങി. അതിനുവേണ്ടി അവരുടെ കയ്യിലുള്ള റോപ്പാണ് അവർ ഉപയോഗിക്കുന്നത്. മല കയറി അവർ എത്തിച്ചേരുന്നത് വെള്ളമുള്ള ഒരു സ്ഥലത്താണ്. തീരെ ക്ഷീണിച്ചതുകൊണ്ട് കുറച്ച് സമയം അവർ അവിടെ റെസ്റ്റ് എടുത്തു. അതിനിടയിലാണ് ജാക്ക് ഒരു ഫ്ലെയർ കത്തിച്ചിട്ട് അവിടുത്തെ വെള്ളത്തിലേക്ക് ഇട്ട് നോക്കുന്നത്, താഴ്ഭാഗം കാണാൻ വേണ്ടി. ഈ സമയം തന്നെ ഇതെല്ലാം അലക്സ് അവന്റെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് കാണുന്ന ജാക്കിന് അങ്ങോട്ട് ദേഷ്യം വന്നു. ഈ സമയത്താണോ ക്യാമറ എടുക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവൻ ആ ക്യാമറ എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ടു. മാത്രമല്ല അലക്സിനിട്ട് ഒരു ഇടിയും കൊടുത്തു. പാവ അലക്സ് ആണെങ്കിൽ ജാക്കിനോടൊന്നും പറയാനും പോയില്ല. എന്നാൽ അലക്സിന് ഇടിച്ചതില് പിന്നീട് ജാക്കിന് വല്ലാത്തൊരു വിഷമം. അതുകൊണ്ട് അറിയാതെ പറ്റിയതാണ്, നീ എന്നോട് ക്ഷമിക്കുന്നു പറഞ്ഞിട്ട് ജാക്ക് തന്നെ അലക്സിനെ എഴുന്നേപ്പിച്ചു. അലക്സും അത് ക്ഷമിച്ചു. ഈ സമയം ജാക്ക് നോക്കുമ്പോൾ വെള്ളത്തിലേക്ക് വീണ ക്യാമറ അതിന്റെ സൈഡിലൂടെ അങ്ങനെ ഒഴുകിപ്പോവാണ്.
അതിൽ നിന്നും ആ വെള്ളത്തിനടിയിലൂടെ നല്ല ഒഴുക്കുണ്ട്, അതുവഴി അവർക്ക് രക്ഷപ്പെടാം എന്ന കാര്യം ജാക്കിന് മനസ്സിലായി. അങ്ങനെ കുറെ നേരമായിട്ട് അവർ അവിടെ തന്നെ റെസ്റ്റ് എടുക്കുകയാണ്. അതിനിടയിലാണ് ജാക്കിന് എന്തോ സംഭവിക്കുന്നത്. വല്ലാത്ത വേദനയും പിന്നെ അവൻ എന്തൊക്കെയോ വിഷൻസും വരാൻ തുടങ്ങി. പക്ഷെ ആ ഒരു കാര്യം അവൻ വേറെ ആരോടും പറയുന്നില്ല. ഈ സമയത്തിന് ബാക്കി എല്ലാവരും ജാക്കിന്റെ കുറെ പുറകിലായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ അവർ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജാക്കിന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ചപ്പുറത്തിരിക്കുന്ന അലക്സ് പറയുന്നത് നമുക്കിനി ഒരിക്കലും പുറംലോകം കാണാൻ പറ്റത്തില്ല എന്നാണ്. അവന്റെ അടുത്തിരിക്കുന്ന ബ്രിക്സും അത് ശരിവെച്ചു. ശരിക്കും പറഞ്ഞാൽ അവർ രണ്ടുപേരുടെയും പ്രതീക്ഷ മൊത്തത്തിൽ പോയിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന ചാർലി പറയുന്നത്, നിങ്ങൾ എന്തിനാണ് പ്രതീക്ഷ കൈവിടുന്നത്? നിങ്ങൾക്ക് ജാക്കിനെ അറിയാഞ്ഞിട്ടാണ്. അവൻ നമ്മുടെ കൂടെ ഉള്ളിടത്തോളം നമ്മൾ ഉറപ്പായിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടിരിക്കും എന്നാണ് ചാർലി പറയുന്നത്. അതിനിടയിലാണ് ഒറ്റയ്ക്കിരിക്കുന്ന ജാക്കിന്റെ അടുത്തേക്ക് അവന്റെ ബ്രദറായ ടൈലർ വരുന്നത്. എന്നിട്ട് അവൻ ചോദിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ്. അതേക്കുമ്പോൾ എനിക്കെന്ത് പ്രശ്നം? പ്രശ്നം ബാക്കിയുള്ളവർക്കല്ലേ. നോക്ക് ടൈലർ, അവരെന്നെ വിശ്വസിച്ചാലേ എനിക്ക് എല്ലാവരെയും ലീഡ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് പുറം ലോകം കാണണമെങ്കിൽ എന്നെ ഒന്ന് അനുസരിക്കാൻ നീ പോയിട്ട് അവരോട് പറ. അതേക്കുമ്പോൾ അതാണോ നിന്റെ പ്രശ്നം? അതോർത്ത് നീ വിഷമിക്കേണ്ട, അവര് നീ പറഞ്ഞൊക്കെ അനുസരിക്കും, ആ കാര്യം ഞാൻ ഏറ്റു എന്നും പറഞ്ഞിട്ട് ടൈലർ അവിടെ നിന്ന് എഴുന്നേറ്റു. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം ജാക്കിന്റെ നിർദ്ദേശപ്രകാരം എല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങി നീന്താൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞ് അവസാനം ഇറങ്ങുന്നത് ടൈലറാണ്. അവൻ അതിനുള്ള സെറ്റപ്പ് തുടങ്ങി. എന്നാൽ ഈ സമയം തന്നെ ഒരു ജീവി അവിടുത്തെ പാറയ്ക്കിടയിൽ ഇരിപ്പുണ്ട്. ഈ ജീവി ഇതിന്റെ ഇരയും മനസ്സിലാക്കുന്നത് ആ സോണാർ ഗണ്ണ് പോലെ തന്നെയാണ്, അതായത് ഒരു ശബ്ദം പുറപ്പെടുവിച്ചിട്ട്. പക്ഷെ ആ ശബ്ദവും അധികം ദൂരം പോകത്തില്ല. ഇപ്പോഴാ ജീവി ടൈലറിന് നേരെ ആ ശബ്ദം പുറപ്പെടുവിച്ചു. എന്നാൽ അപ്പോഴേക്കും ടൈലർ വെള്ളത്തിലേക്ക് ചാടി. അങ്ങനെ കുറെ നേരത്തെ നീന്തലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇപ്പം ഒഴുക്കുള്ള ഒരു സ്ഥലത്തേക്കാണ് എത്തുന്നത്. ഇനി അവർക്ക് പോകേണ്ടതും ആ ഒഴുക്കിലൂടെ തന്നെയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് ആ ഒഴുക്കിലൂടെ പോകാൻ തുടങ്ങി. അവസാനം ബാക്കിയുള്ളത് ടൈലറും ക്യാദറിനുമാണ്. ടൈലർ ഇപ്പം ആദ്യം മുന്നോട്ട് നീന്തി. എന്നാൽ ക്യാദറിൻ നീന്താൻ തുടങ്ങുമ്പോഴാണ് എന്തോ ഒരു ചെറിയ സാധനം അവളെ പിടിക്കുന്നത്. അത് കാരണം അവൾ അവിടെ സ്റ്റക്കായി. അത് ടൈലറും കണ്ടു. പക്ഷെ ശക്തമായ ഒഴുക്കായതുകൊണ്ട് അവനിപ്പോൾ തിരിച്ചു നീന്താൻ പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ അവൻ താഴേക്ക് ഒഴുകിപ്പോയി. എന്നാൽ അവൻ പോകുന്ന വഴിക്ക് മറ്റൊരു കാഴ്ച കൂടെ കണ്ടു. അതാ നിക്കോളായി ആയിരുന്നു. അയാളിപ്പം അവിടെ ഒരു പാറയിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. പക്ഷെ നല്ല ഒഴുക്കായതുകൊണ്ട് അയാളെയും ടൈലറിനെ രക്ഷിക്കാനായില്ല. അങ്ങനെ കുറെ പോയി ടൈലർ ഇപ്പോൾ കുത്തനെയുള്ള ഒരു വെള്ളച്ചാട്ടത്തിലൂടെ നേരെ താഴേക്ക് വീണു. നല്ല താഴ്ചയുണ്ട്. അങ്ങനെ താഴേക്കെത്തി അവൻ അവിടേക്ക് പൊങ്ങി വന്നു കഴിയുമ്പോൾ പിന്നീട് കേൾക്കുന്ന ഒരു നിലവിളിയാണ്. അത് ക്യാദറിനായിരുന്നു. അവളും ഇപ്പം ആ വെള്ളത്തിലേക്ക് വീണു. അത് കാണുന്ന ടൈലർ വേഗം തന്നെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളെ പിടിച്ചു. അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വേഗം തന്നെ അവർ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് നീന്താൻ തുടങ്ങി. ഈ സമയത്താണ് ചാർലി അവരുടെ അടുത്തേക്ക് വരുന്നത്. അവൾക്കും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നിക്കോളായി മാത്രമാണ് അവർക്ക് മിസ്സായിരിക്കുന്നത്. ഇതേസമയം തന്നെ കുറെ ദൂരെയായിട്ട് ജാക്ക് ഒരു ഫ്ലെയർ കത്തിച്ചിട്ട് അവർക്ക് സിഗ്നൽ കൊടുത്തു. അതിന് തുറന്ന് ടൈലറും കൂട്ടരും വേഗം തന്നെ ജാക്കിന്റെ അടുത്തേക്ക് നീന്തി. അങ്ങനെ അവരിപ്പോ ജാക്കിന്റെ അടുത്തേക്ക് എത്തിക്കഴിയുമ്പോഴാണ് നിക്കോളായും ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നത്. അയാളുടെ ആ നിലവിളി അവർ കേൾക്കുകയും ചെയ്തു. അതിന് തുറന്ന് ജാക്ക് ഇപ്പൊ നിക്കോളയെ രക്ഷിക്കാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് നീന്താണ്. എന്നാൽ ഈ സമയത്താണ് ആ ജീവി വന്നിട്ട് നിക്കോളയെ പിടിക്കുന്നത്. അയാൾക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റിയില്ല. അങ്ങനെ ജാക്ക് ഇപ്പൊ ആ സ്ഥലത്തേക്ക് വന്ന് വെള്ളത്തിനടിയിലേക്ക് ഊളിയിട്ട് നോക്കുമ്പോൾ ആ ജീവി നിക്കോളയെ പിടിച്ചോണ്ട് പോകുന്നതാണ് കാണുന്നത്. അതിന് ചിറകുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ നീന്തി ജാക്ക് ഇപ്പൊ ഒരു പാറയുടെ അടുത്തേക്ക് എത്തി. എന്നാൽ അവിടുത്തെ കാഴ്ച അവനെ ഞെട്ടിച്ചു കളഞ്ഞു. ആ പാറയ്ക്കിടയിൽ വെച്ച് ആ ജീവി നിക്കോളയെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ജാക്ക് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു. ആ ജീവിയുടെ ശരീരത്തിൽ എന്തോ എഴുതിയിട്ടുണ്ട്, ടാറ്റു അടിച്ച പോലെ. അങ്ങനെ ജാക്ക് നോക്കി നിൽക്കെ ആ ജീവി നിക്കോളയും കൊണ്ട് ആ പാറക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് പോയി. ഇനിയിപ്പോൾ അതിന്റെ പുറകെ പോയിട്ട് കാര്യമില്ല എന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ തിരിച്ചു ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് എത്തി. ഇപ്പൊ നിക്കോളയെ മരിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് അവരിപ്പോൾ വലിയൊരു പാറയുടെ താഴേക്കെത്തി. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് മുന്നിൽ സൈഡിലായിട്ട് ആ വെള്ളം ഒഴുകി പോകുന്ന കാണാം. കാതറിനും ബ്രിക്സും അത് തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആ വഴിയാണ് ഇനി അവർക്ക് പോകേണ്ടത് എന്ന കാര്യം അവർ ഓർപ്പിച്ചു. എന്നാൽ ഈ സമയത്താണ് ജാക്ക് അങ്ങോട്ട് വരുന്നത്. അവൻ പറയുന്നത്, ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മല കയറണം. അതുകൊണ്ട് ടൈലറിന്റെ കൂടെ വാ, നമുക്ക് ആദ്യം കയറാം. എന്നിട്ട് റോപ്പ് സെറ്റ് ചെയ്തിട്ട് ആ റോപ്പ് വഴി ബാക്കിയുള്ളവർ മുകളിലേക്ക് കയറി വരട്ടെ. എന്നാൽ ജാക്ക് ഇത് പറയുമ്പോൾ ചാർലി പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൂട്ടത്തിലെ ബെസ്റ്റ് ക്ലൈംബർ ഞാനല്ലേ, അതുകൊണ്ട് ആദ്യം ഞാൻ കയറാമെന്നാണ്. എന്നാൽ ജാക്ക് അത് സമ്മതിക്കുന്നില്ല. ടൈലർ തന്നെ വന്നാൽ മതി എന്നാണ് ജാക്ക് പറയുന്നത്. എന്നാൽ അതേക്കുന്ന ബ്രിക്സ് ചോദിക്കുന്നത്, എന്തിനാണ് ഈ മല കയറാൻ നിൽക്കുന്നത്? നമ്മൾ ഈ ഒഴുക്കിന്റെ കൂടെ ഇങ്ങോട്ട് വന്നത്. ദേ അവിടെ ഒഴുക്ക് കാണുന്നുണ്ടല്ലോ, അതുവഴി അങ്ങോട്ട് പോയാൽ പോരെ. അതേക്കുമ്പോൾ എന്നിട്ട് ആ ഒഴുക്ക് എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് വല്ല നിശ്ചയമുണ്ടോ നിനക്ക്? മണ്ടത്തരം പറയാതെ ബ്രിക്സ്, ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് കേട്ടാൽ മതി എന്നും പറഞ്ഞിട്ട് അവൻ ആ മല കയറാൻ വേണ്ടിയിട്ടുള്ള റോപ്പൊക്കെ എടുത്തു. എന്നാൽ ഈ സമയത്താണ് അവർ തീരെ പ്രതീക്ഷിക്കാത്തൊരു കാര്യം സംഭവിക്കുന്നത്. അവരാ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാർലി മല കയറാൻ തുടങ്ങി. അവളിപ്പോൾ കുറെ മുകളിലേക്ക് എത്തി. ഇനിയിപ്പോൾ അവളെ തിരിച്ചു വിളിച്ചിട്ട് കാര്യമില്ല എന്ന കാര്യം ജാക്കിന് അറിയാം. അതുകൊണ്ട് തന്നെ അവനൊന്നും പറയുന്നുമില്ല. അങ്ങനെ കുറേ സമയത്ത് ആ മലകയറ്റത്തിന് ശേഷം ചാർലി ഇപ്പോൾ ഒരു ഗ്യാപ്പിലേക്ക് എത്തി. എന്നാൽ പെട്ടെന്നാണ് ആ ഗ്യാപ്പിലൂടെ ആ ജീവി അങ്ങോട്ട് വരുന്നത്. അതിനെ കണ്ട് പേടിക്കുന്ന ചാർലി ആണെങ്കിൽ പുറകിലേക്ക് വീഴുകയും ചെയ്തു. പക്ഷെ ആ റോപ്പ് കണക്ട് ചെയ്തുകൊണ്ട് അവൾ നിലത്തേക്ക് എത്തിയില്ല. അങ്ങനെ അവൾ വേഗം ടോർച്ച് എടുത്ത് മുകളിലേക്ക് അടിച്ചു. ആ ജീവി ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതോട് മുകളിലേക്ക് കയറാൻ ഇനി അവൾക്ക് പറ്റില്ല. മാത്രമല്ല റോപ്പ് സ്റ്റക്ക് ആയതുകൊണ്ട് താഴേക്ക് ഇറങ്ങാനും പറ്റില്ല. ഇനിയിപ്പോൾ അവളുടെ മുമ്പിൽ ആകെ ഒരൊറ്റ വഴിയുള്ളൂ, സൈഡിലെ പാറയിലേക്ക് കയറുക. പക്ഷെ അവിടേക്ക് നല്ല ദൂരമുണ്ട്. ഇനി ചിന്തിച്ച് നിൽക്കാൻ സമയമില്ല. അതുകൊണ്ട് അവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ റോപ്പിൽ തൂങ്ങി അവൾ ആ പാറയുടെ സൈഡിലൂടെ ഓടാൻ തുടങ്ങി.
എന്നിട്ട് ഓടി അപ്പുറത്തെ പാറയുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഒരൊറ്റ ചാട്ടം. ചാടുന്ന വഴിക്ക് അവൾ ആ റോപ്പ് കട്ട് ചെയ്യുകയും ചെയ്തു. അല്ലാന്നുണ്ടെങ്കിൽ അവൾ ആ പാറയുടെ അപ്പുറത്തേക്ക് എത്തത്തില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് അവൾ അപ്പുറത്തെ പാറയിലേക്ക് കയറി പിടിച്ചു. എന്നാൽ ഈ സമയത്താണ് ആ പാറയിലുണ്ടായിരുന്ന ജീവി അവളുടെ അടുത്തേക്ക് പറന്നു വരുന്നത്. അത് വേഗം വന്നിട്ട് ആ പാറയിൽ കയറി പിടിച്ചു. എന്നിട്ട് അവൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അവളും വിടുന്നില്ല. അവളൊരു കത്തി വെച്ചിട്ട് ആദ്യം ആ ജീവിയുടെ ചിറകുകളൊക്കെ കട്ട് ചെയ്തു. പിന്നെ അവളുടെ കയ്യിൽ തീ കത്തിക്കുന്ന ഒരു സാധനമുണ്ട്. അത് വെച്ചിട്ട് അവൾ തീ അടിക്കുകയും ചെയ്തു. അതിനെ തുറന്ന് ആ ജീവി മൊത്തത്തിൽ തീ കത്തി പിടിച്ചിട്ട് നേരെ താഴേക്ക് വീഴാണ്. ഇതെല്ലാം താഴെ നിൽക്കുന്ന ജാക്കും കൂട്ടരും കാണുന്നുണ്ട്. ആ ജീവി പറന്നു വന്ന് കണ്ട് അവർ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ ജാക്ക് ഉടനെ തന്നെ ചെന്ന് ചാർലിയും ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. പക്ഷെ അപ്പോഴേക്കും അവൾ മരിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ വേഗം തന്നെ അവരവളെ പൊതിപ്പിച്ചു. എന്നിട്ട് എല്ലാവരും വളരെ സങ്കടത്തിൽ അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്താണ് അലക്സ് വിഷമിച്ചിരിക്കുന്ന ജാക്കിന്റെ അടുത്തേക്ക് വരുന്നത്. അതിനിടയിൽ അവനൊരു കാര്യം ശ്രദ്ധിച്ചു. ജാക്കിന്റെ കണ്ണിലെ കൃഷ്ണമണിക്കൊരു മാറ്റം. ഇതെന്താണ് നിന്റെ കണ്ണിങ്ങനെ ഇരിക്കുന്നത് എന്ന് അലക്സ് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നത് കാതറിനാണ്. അത് ആ പാരസൈറ്റ് ആണ് അലക്സ്. ജാക്കിന്റെ മുറിവുകളിലൂടെ അതിപ്പോൾ അവന്റെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഈ പാരസൈറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഏത് ജീവിയുടെ ശരീരത്തിലാണോ ഉള്ളത് അതിന് മ്യൂട്ടേഷൻ സംഭവിക്കും. അങ്ങനെ വരുമ്പോൾ അയാൾക്കും ഈ ഗുഹയിൽ ജീവിക്കാനും പറ്റും. പിന്നെ നമ്മൾ ആദ്യം വിചാരിച്ച പോലെ ഇവിടേക്ക് വന്ന ആളുകളെ ഒന്നും ആ ജീവികൾ പിടിച്ചതല്ല. ഇവിടേക്ക് വന്ന ആളുകൾ തന്നെയാണ് ആ ജീവികൾ. ഈ പാരസൈറ്റ് കാരണം മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടാണ് ആളുകൾ ആ ജീവികളായിട്ട് മാറിയിരിക്കുന്നത്. ഇനി കുറെ സമയം കഴിഞ്ഞാൽ ജാക്കും ആ ജീവികളെ പോലെയാവും. പക്ഷെ അതിന് എത്ര സമയം എടുക്കും എന്നെനിക്ക് അറിയത്തില്ല എന്നാണ് കാതറിൻ പറയുന്നത്. അത് കേട്ട എല്ലാവർക്കും ശരിക്കും ഒരു ഞെട്ടലായിരുന്നു. എന്നാൽ ജാക്കിന് മാത്രം ഒരു ഭാവവ്യത്യാസവും. കാരണം ഈ കാര്യങ്ങളൊക്കെ അവന് നേരത്തെ അറിയാം. ഇനിയിപ്പോൾ അവരുടെ പ്രശ്നം ജാക്കാണ്. അതുകൊണ്ട് ഞാൻ ഇനി ഇവന്റെ കൂടെ ഇല്ല, ഞാൻ ഈ ഒഴുക്കിലൂടെ പോവാണ് എന്നാണ് കാതറിൻ പറയുന്നത്. ബ്രിക്സും അലക്സും അവളെ സപ്പോർട്ട് ചെയ്തു. അതിനെ തുടർന്ന് അവരൊരു ടീമായിട്ട് അവിടെ നിന്ന് പോയി. പക്ഷെ ടോപ്പും ടൈലർ ഇപ്പോഴും ജാക്കിനെ വിശ്വസിക്കുന്നതുകൊണ്ട് അവർ അവന്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ കാതറിൻ ടീം അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം ജാക്കും ടീമും മല കയറാൻ തുടങ്ങി. ഇതേസമയം തന്നെ കാതറിൻ ടീമും ആണെങ്കിൽ വെള്ളത്തിലൂടെ മുന്നോട്ട് നീതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ജാക്കും കൂട്ടി ഇപ്പോൾ ഒരു മഞ്ഞുമലയുടെ അടുത്തേക്ക് എത്തി. ഇനിയിപ്പോൾ അവർക്ക് താഴേക്ക് ഇറങ്ങണം. അതുകൊണ്ട് റോപ്പൊക്കെ കെട്ടി ആദ്യം ടോപ്പ് താഴേക്ക് ഇറങ്ങി. അവന്റെ പുറകിലായിട്ട് ടൈലറും. അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ടൈലറിന്റെ കയ്യിലെ ബാഗ് താഴേക്ക് വീഴുന്നത്. അത് നേരെ ടോപ്പിന്റെ ശരീരത്തിലേക്ക് ചെന്ന് പോകണം. അതിന് തുറന്ന റോപ്പ് കട്ടായിട്ട് ടോപ്പ് നേരെ താഴേക്ക് പോവാണ്. നല്ല താഴ്ചയിലേക്കാണ് അവൻ ചെന്ന് വീഴുന്നത്. അതുകൊണ്ട് താഴേക്ക് വന്ന് ലാൻഡ് ആയി കഴിഞ്ഞപ്പോൾ അവന്റെ കാലൊടിഞ്ഞു. ഈ സമയമാകുമ്പോഴേക്കും ടൈലറും അവന്റെ അടുത്തേക്ക് എത്തി. അതിന് തുറന്ന് ജാക്കും അങ്ങോട്ട് എത്തി. ഇപ്പൊ ടോപ്പിന് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തതുകൊണ്ട് ജാക്കും ടൈലറും അവനെ താങ്ങി പിടിച്ച് മുന്നോട്ട് നടക്കുകയാണ്. അങ്ങനെ കുറച്ചു സമയം നടന്ന് അവരിപ്പോൾ എത്തിച്ചേരുന്നത് വല്ലാത്തൊരു സ്ഥലത്താണ്. നരകം പോലൊരു സ്ഥലം. അവിടെ തീയൊക്കെ കാണുന്നുണ്ട്. മാത്രമല്ല ഓരോരോ കുഴിയിലൂടെ നീരാവി പൊങ്ങി വരുന്നുണ്ട്. അത് ചീറ്റുന്ന ശബ്ദവും കേൾക്കാം. അങ്ങനെ അവരവിടെ പരിശോധിക്കുമ്പോൾ കുറെ തൂണുകളും കണ്ടു. മാത്രമല്ല മനുഷ്യന്റെ തലയോട്ടികളും. കുരുതി കൊടുക്കുന്ന ഒരു സ്ഥലം പോലെയാണ് അവർക്കത് ഫീൽ ചെയ്തത്. അങ്ങനെ അതെല്ലാം നോക്കി നിൽക്കുമ്പോൾ അവർ വെള്ളത്തിലായിട്ട് ഒരു പ്രകാശം കണ്ടു. ഒരു ചുഴി പോലെ താഴെ നിന്നും വെള്ളം മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുവഴി പോയി കഴിഞ്ഞാൽ ഉപരിതലത്തിലേക്ക് എത്താൻ പറ്റും എന്നൊക്കെ അവർക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ ഉടനെ ബാക്കിയുള്ളവരെ കൂടെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണം. ജാക്ക് പോവാമെന്നാണ് ആദ്യം പറയുന്നത്. എന്നാൽ അവന്റെ അവസ്ഥ തീരെ മോശമാണ്. ടോപ്പിനാണെങ്കിൽ നടക്കാനും വയ്യ. അതുകൊണ്ട് ഞാൻ പോയി അവരെ വിളിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞിട്ട് ടൈലർ അവിടെ നിന്ന് ഇറങ്ങി. ഈ സമയത്തിന്റെ കാതറിനും കൂട്ടരും വെള്ളത്തിൽ നിന്നൊക്കെ കയറി മറ്റൊരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആ ജീവി വരുന്ന ശബ്ദം കേൾക്കുന്നത്. അതിന് തുറന്ന് കാതറിനും അലക്സും വേഗം തന്നെ അവിടെ നിന്ന് ഓടി. എന്നാൽ ബ്രിക്സ് അവിടെ നിന്ന് ഓടാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ജീവി പറന്നു വന്നിട്ട് അവനെ അങ്ങ് പിടിച്ചു. ഈ സമയം തന്നെ അവരെ അന്വേഷിച്ച് പുറപ്പെട്ട ടൈലർ ആണെങ്കിൽ അവിടുത്തെ മലയിൽ നിന്നും നേരെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. ഇതേസമയം തന്നെ ജാക്കും ടോപ്പും അവിടെ തന്നെ നിൽക്കുകയാണ്. പെട്ടെന്നാണ് ആ ജീവി അങ്ങോട്ട് വരുന്നത്. 2-3 ഉണ്ട്. അത് കാണുന്ന അവര് വേഗം തന്നെ അവിടെ പതുങ്ങിയിരുന്നു. എന്നാൽ ഈ സമയം ഒരു ജീവി അവരെ കണ്ടു. അതിപ്പോൾ അവരെ പിടിക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് പറന്നു വരികയാണ്. അത് കണ്ട ഉടനെ തന്നെ ജാക്ക് ടൈലറിനെ കൊണ്ട് അപ്പുറത്തേക്ക് ഒരൊറ്റ ചാട്ടം ചാടി. എന്നാൽ ഈ സമയം ആ ജീവി പറന്നു പോകുന്ന വഴിക്ക് ജാക്കിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഓക്സിജൻ ടാങ്ക് എടുത്തോണ്ട് പോയി. ഇനിയിപ്പോൾ അത് തിരിച്ചു കിട്ടാതെ അവർക്ക് അവിടെ നിന്ന് പോകാനും പറ്റത്തില്ല. ഈ സമയം തന്നെ ടൈലർ ആണെങ്കിൽ ബാക്കിയുള്ളവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അവരുടെ സാധനങ്ങളൊക്കെ അവിടെ താഴെ കിടപ്പുണ്ട്. അതിലാണെങ്കിൽ ചോരി. എന്നാൽ ആരെയും അവിടെ കാണുന്നില്ല. അങ്ങനെ അതൊക്കെ പരിശോധിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച അവൻ കാണുന്നത്. ആ പാറയുടെ മുകളിലായി ആ ബ്രിക്സിനെ ഇങ്ങനെ തറച്ചു വെച്ചിരിക്കുകയാണ്, കൂർത്ത പാറയ്ക്കിടയിൽ. ഇപ്പൊ ടൈലറിനെ കാണുമ്പോൾ ബ്രിക്സ് പറയുന്നത് കാതറിൻ അവിടെ ഉണ്ട്, അവൾക്കൊരു കുഴപ്പമില്ല, നീ അവളെയും കൊണ്ട് രക്ഷപ്പെടാൻ നോക്ക് എന്നും പറഞ്ഞിട്ട് അവൻ അവന്റെ കയ്യിലൊരു മഴു എടുത്തിട്ട് താഴെ ടൈലറിനിട്ട് കൊടുക്കുകയാണ്. പെട്ടെന്നാണ് ആ ജീവി അങ്ങോട്ട് വരുന്നത്. അത് കണ്ടതും ടൈലർ വേഗം തന്നെ അവിടെ ഓടി. അങ്ങനെ അവൻ ഓടി ഒരു തുരങ്കത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവന്റെ മുമ്പിലായിട്ട് മറ്റൊരു ജീവി വന്നു. എന്നാൽ ആ ജീവി അവന്റെ അധികം അടുത്തേക്ക് വരുന്നില്ല. മാത്രമല്ല അതിനവനെ സെൻസ് ചെയ്യാനും പറ്റുന്നില്ല. അതുകൊണ്ട് ഉടനെ തന്നെ ആ ജീവി തിരിച്ചുപോയി. ഈ സമയത്താണ് കാതറിനും അങ്ങോട്ട് വരുന്നത്. അലക്സ് എവിടെ നിന്ന് ടൈലർ ചോദിക്കുമ്പോൾ അതെനിക്ക് അറിയത്തില്ല എന്നാണ് അവൾ പറയുന്നത്. ഇനിയിപ്പോൾ അവർക്ക് പോവേണ്ടതും ആ വെള്ളത്തിലൂടെ തന്നെയാണ്. അങ്ങനെ വെള്ളത്തിലൂടെ ഓളിയിട്ട് അവരെങ്ങനെയൊക്കെയോ മറ്റൊരു കരയിലേക്ക് കയറി. എന്നിട്ട് അവിടെ ഇരിക്കുന്ന സമയത്താണ് അപ്പുറത്തു നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. ടൈലർ ഉടനെ തന്നെ അവന്റെ മഴ എടുത്തു. എന്നാൽ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ അത് അലക്സ് ആയിരുന്നു. അവൻ പറയുന്നത് ആ ജീവി ഈ വഴി വരുന്നുണ്ടെന്നാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ അവരവിടെ നിന്ന് ഓടി നേരെ ജാക്കിന്റെയും ടോപ്പിന്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് കുറച്ച് സമയം അവരവിടെ റെസ്റ്റ് എടുത്തു. ഈ സമയം ജാക്ക് ചില കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ആ ജീവികൾ മൊത്തം അവിടെ കൂടിയിട്ടുണ്ട്. അവറ്റകളെല്ലാവരും നമ്മളെ തന്നെയാണ് വാച്ച് ചെയ്യുന്നത്. ശബ്ദം ഉപയോഗിച്ചിട്ടാണ് ആ ജീവികളെ ഇരയെ തിരിച്ചറിയുന്നത് എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ.
എന്നാൽ ഈ ഒരു പ്രത്യേക സ്ഥലത്ത് ഭൂമിക്കടിയിൽ നിന്ന് നീരാവി വരുന്നുണ്ട്, ഒരു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട്. അപ്പൊ ആ ശബ്ദം കാരണം ആ ജീവികൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവറ്റുകൾ ഇപ്പം നമ്മളുടെ അടുത്തേക്ക് വരാത്തത്. ഈ ഒരു അവസരത്തിൽ തന്നെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. പക്ഷേ നമ്മുടെ കയ്യിൽ ഇനി ആകെ 2 ഓക്സിജൻ ടാങ്കേ ഉള്ളൂ. നിങ്ങൾ അതുമായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിക്കോ. എന്റെ കയ്യിലുണ്ടായിരുന്ന ഓക്സിജൻ ടാങ്ക് ഇപ്പം ആ ജീവിയുടെ കയ്യിലാണ്. അതെനിക്ക് വീണ്ടെടുക്കണം. ഞാൻ അതിനു വേണ്ടി പോവാണ്. ഈ സമയം അവിടെ ഒരു തൂണിന്റെ മുകളിലായിട്ടാണ് ആ ഓക്സിജൻ ടാങ്ക് ഇരിക്കുന്നത്. ജാക്ക് ഇപ്പം ടൈലറിന് അത് കാണിച്ചു കൊടുത്തു. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിനു ശേഷം പ്ലാൻ പ്രകാരം ടൈലറും കൂട്ടിനും താഴേക്ക് ഇറങ്ങി. ഈ സമയം ജാക്ക് ആണെങ്കിൽ പതുങ്ങി ആ തൂണിന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി അപ്പുറത്തേക്ക് പോവാണ്. എന്നാൽ ജാക്കും കൂട്ടിനും താഴേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് ആ ജീവി അങ്ങോട്ട് പറന്നു വരുന്നത്. അത് കണ്ടതും അവരവിടെ ഓടാൻ തുടങ്ങി. എന്നാൽ ജീവി പറന്നു വരുന്ന സമയം അതിന്റെ ചിറക് തട്ടി മുകളിലുണ്ടായിരുന്ന കൂർത്ത പാറകളൊക്കെ താഴേക്ക് വീഴാൻ തുടങ്ങി. അതിലൊന്ന് നേരെ അലക്സിന്റെ മേളിലേക്കാണ് വന്ന് വീഴുന്നത്. അതുകൊണ്ട് അവൻ അവിടെ സ്റ്റക്കാവുകയും ചെയ്തു. ഇപ്പൊ അവൻ വീണത് കാണുമ്പോൾ ടൈലർ അവനെ രക്ഷിക്കാൻ വേണ്ടി അലക്സിന്റെ അടുത്തേക്ക് ഓടുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ആ ജീവി വന്നിട്ട് അലക്സിനെ അവിടെ നിന്ന് എടുത്തോണ്ട് പോയി. പിന്നീട് കാണിക്കുന്നത് ആ ജീവികളും അവരും തമ്മിലുള്ള ഒരു ഫൈറ്റാണ്. ഒരെണ്ണത്തിന് വെള്ളത്തിനടിയിൽ വെച്ച് കിട്ടിയപ്പോൾ ടോപ്പ് ഒരു കത്തി വെച്ച് അതിന്റെ കഴുത്തിനൊരു കുത്തു കൊടുത്തു. പിന്നീട് ആ ജീവി മുകളിലേക്ക് കയറി വരുമ്പോൾ ആ കത്തി തന്നെ ഊരിയെടുത്തിട്ട് ടൈലർ അതിനെ കൊന്നുകളയും ചെയ്തു. ഈ സമയം തന്നെ ജാക്ക് ആണെങ്കിൽ ആ സിലിണ്ടർ എടുക്കാൻ വേണ്ടി ആ തൂണിന്റെ മുകളിലേക്ക് എത്തി. എന്നാൽ ഈ സമയത്താണ് ഒരു ജീവി അങ്ങോട്ട് കയറി വരുന്നത്. എന്നാൽ അത് കണ്ട ഉടനെ തന്നെ ജാക്ക് ആ ജീവി ഇടിച്ച് താഴേക്കിട്ടു. എന്നിട്ട് അത് താഴേക്ക് വീണ് കഴിയുമ്പോൾ ജാക്ക് ഇപ്പോൾ ഒരു സിലിണ്ടർ എടുത്ത് താഴെ നിൽക്കുന്ന ടൈലറിന് എറിഞ്ഞു കൊടുക്കുകയാണ്. അവൻ അപ്പം തന്നെ അത് പിടിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയത്താണ് മുകളിലൂടെ ഒരു ജീവി ഇപ്പൊ ജാക്കിന്റെ അടുത്തേക്ക് വരുന്നത്. അത് കാരണം ജാക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലെയർ കത്തിച്ച് അവന്റെ കയ്യിലുള്ള ആ ഓക്സിജൻ ടാങ്ക് ഉണ്ടല്ലോ അതിനകത്തേക്ക് ഇട്ടു. എന്നിട്ട് അതിന് തീ പിടിക്കുന്നതിന് മുമ്പ് അവൻ ആ ടാങ്ക് എടുത്ത് അവിടുത്തെ വെള്ളത്തിലേക്ക് എറിയാണ്. അതോടുകൂടെ അത് വെള്ളത്തിൽ കത്തിപ്പിടിക്കാൻ തുടങ്ങി. അത് കാണുന്ന ടൈലറും കൂട്ടരും വേഗം തന്നെ വെള്ളത്തിനടിയിലേക്ക് ചാടി. അതേസമയം തന്നെ ആ ജീവി പറഞ്ഞു ചെല്ലുന്നത് ജാക്കിന്റെ അടുത്തേക്കാണ്. അത് കാരണം അവനെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു കത്തിയെടുത്ത് ആ തൂണിന്റെ മുകളിൽ നിന്നും ആ ജീവിയുടെ നേർക്ക് ചാടി. അങ്ങനെ ഉടനെ തന്നെ അതിനെ കയറി പിടിച്ച് അവർ രണ്ടുപേരും കൂടെ നേരെ വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്തു. ഈ സമയമാകുമ്പോഴേക്കും അവിടെ മൊത്തം കത്തിപ്പിടിച്ച് തൂണുകളെല്ലാം തന്നെ തകർന്നു വീണു. അതിനിടയിൽ താഴേക്ക് പോയ ടൈലറും കൂട്ടരും കുറെ ദൂരമായിട്ട് ഇപ്പൊ മുന്നോട്ട് തന്നെ നീതിക്കൊണ്ടിരിക്കുകയാണ്, നേരെ മുകളിലേക്ക്. ഇപ്പൊ അവർക്ക് ഉപരിതലത്തിൽ നിന്നുള്ള പ്രകാശമൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവരിപ്പോൾ ഉപരിതലത്തിലേക്ക് എത്തി. അങ്ങനെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞു. സിറ്റിയിലേക്ക് എത്തിയതിനു ശേഷം ടൈലർ ഇപ്പൊ ടോപ്പിനെ ഒരു ടാക്സിയിൽ കയറ്റി നേരെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അതിനുശേഷം ടൈലർ നേരെ പോകുന്നത് അവിടെ കോഫിയും കുടിച്ചുകൊണ്ടിരിക്കുന്ന കാതറിന്റെ അടുത്തേക്കാണ്. ഇപ്പൊ കുറച്ച് മണിക്കൂറുകളായിട്ട് അവരുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഒരു ദുസ്വപ്നമായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ടുപേരും കുറച്ച് സമയം ഒന്നും സംസാരിച്ചില്ല. പിന്നീട് ടൈലർ ഇപ്പോൾ ഒരു കാര്യം കാതറിന്റെ അടുത്ത് ചോദിക്കുകയാണ്. അല്ല കാതറിൻ, നീയല്ലേ പറഞ്ഞത് ആ പാരസൈറ്റ് ഒരാളുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അയാൾക്കും ആ ഗുഹയിൽ സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന്? അങ്ങനെയാണെങ്കിൽ ജാക്ക് ഇപ്പോഴും ജീവനോടെ ഉണ്ടാവോ? എന്നാൽ അവന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ കാതറിൻ പറയുന്നത് ജാക്ക് ജീവനോടെ ഉണ്ടാവോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ആ പാരസൈറ്റിന് ആ ഗുഹയിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ്. എന്നാൽ എനിക്ക് തെറ്റി. ആ പാരസൈറ്റ് ഇപ്പൊ പുറം ലോകത്തേക്കും കൂടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്രയും പറഞ്ഞതിന് ശേഷം അവൾ അവനൊന്ന് കിസ് ചെയ്യാണ്. എന്നാൽ കിസ് ചെയ്ത് കഴിയുമ്പോഴാണ് ടൈലർ ആ ഞെട്ടിക്കുന്ന കാര്യം കാണുന്നത്. കാതറിന്റെ കണ്ണുകളും ഇപ്പൊ ജാക്കിന്റെ പോലായി അവക്കും മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ കാര്യമൊക്കെ അവൻ ചിന്തിച്ചു കഴിയുമ്പോഴേക്കും കാതറിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അവളെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അപകടമാണ് എന്ന കാര്യം ടൈലറിനും അറിയാം. അതുകൊണ്ട് അവനും അവളുടെ പുറകെ പോയി. അതിൽ ഈ സമയം ആ സ്ട്രീറ്റിലാണെങ്കിൽ നിറയെ ആൾക്കാരുണ്ട്. അവൻ അവളുടെ പുറകെ പോയെങ്കിലും ആ ആൾക്കാർക്കിടയിൽ അവൾ എങ്ങോട്ടോ മറിഞ്ഞു കഴിഞ്ഞിരുന്നു. എവിടെ നോക്കിയിട്ടും അവളെ കാണുന്നില്ല. അതൊക്കെ കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ടൈലർ. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടില സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.